എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സംസാരമാവാം കേട്ടോ. എല്ലാവർക്കും പല സംശയങ്ങളുണ്ട്, അത് തീർത്തു കൊടുക്കും. പിന്നെ പാക്ക് ദിവസവും തേച്ചാൽ മുടിക്ക് കുഴപ്പമാകുമോ എന്ന് ചോദിച്ചു കേട്ടോ. മുടിക്ക് കുഴപ്പമാവാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ പാക്കും ടിപ്സും എല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു ദിവസം പാക്ക് ചെയ്യാം, ഒരു ദിവസം ജെല്ല് ചെയ്യാം, ഒരു ദിവസം ഓയിൽ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ഓരോന്നും മാറി മാറി ചെയ്യാം കേട്ടോ. മുടിക്ക് തോന്നണമല്ലോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, അല്ലേ? ഏത് കുട്ടികളാണെങ്കിലും ശരി, എത്ര വലിയവരാണെങ്കിലും ശരി, നമ്മൾ പറയാറുണ്ടല്ലോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ഗീവ് ലവ്സ് ആൻഡ് ടേക്ക് ലവ്. അതുപോലെ നമ്മൾ മുടിയെ സ്നേഹിച്ചാൽ മുടി നമ്മളെ സ്നേഹിക്കും. എങ്ങനെയാണ്? മുടി വളർന്നുകൊണ്ടേയിരിക്കും. ഇത് ആദ്യമേ മുതലുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് ഒന്നും കാണാത്തവര് പഴയ വീഡിയോ എല്ലാം പോയി കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് അമർത്തിയാൽ എല്ലാ വീഡിയോസും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരണം. ഞാൻ തുറന്ന മനസ്സോടുകൂടിയാണ് എൻ്റെ പാക്കും ടിപ്സും എല്ലാം ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. ചിലപ്പോൾ അതിനു വേണ്ടി ചിലപ്പോൾ ഞാൻ 2 തവണയൊക്കെ കുളിക്കേണ്ടി വരും. കാരണം എനിക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ വലിയവരാണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ LKG കുട്ടികൾ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. അപ്പോൾ അതേപോലെയാണ് ഞാൻ കാരണം പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സംശയവും അവർക്ക് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതേ രീതിയിലായിരിക്കുള്ളൂ ഞാൻ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങിയ മുതൽ ആരും മുടി കൊഴിഞ്ഞു പോകണമെന്നുള്ള ഒരു സങ്കടവും വേണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും സത്യസന്ധമായ രീതിയിൽ ആണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരിക്കലും ഒരു തെറ്റായിട്ടൊന്നും ആരും എടുക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽപ്പെട്ടവരും അല്ലാത്തവരും കാണുന്നവരും എല്ലാവരും നമ്മൾ രക്ഷപ്പെടണം. ഒരിക്കലും മുടിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്നുള്ള ഒരു 100% വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ, സത്യസന്ധതയോടു കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല ടെൻഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ടെൻഷനൊന്നും ഓർത്തിട്ട് നമ്മൾ വിഷമിക്കണ്ട. ടെൻഷൻ കൂടുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പം നമുക്ക് അതീതമായിട്ടൊരു ശക്തിയുണ്ട്, ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ ഈശ്വരനിലേക്ക് അർപ്പിക്കാം കേട്ടോ. അദ്ദേഹം നമുക്ക് എല്ലാം ചെയ്തു തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഒരു 10 പ്രാവശ്യം വിളിച്ചാലെങ്കിലും ഭഗവാൻ വിളി കേൾക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ശാന്തമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജന്തുക്കൾക്ക് പോലും അവരുടേതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അലഞ്ഞു തിരിയുന്ന നായ്ക്കളാണെങ്കിലും മറ്റുള്ള പൂച്ചകളാണെങ്കിലും അവർക്ക് ഫുഡ് കിട്ടാത്തതിലുള്ള സങ്കടം. കാക്കകളെ കണ്ടിട്ടില്ലേ, എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ചകിരി ചില്ലക്കൊമ്പുകളൊക്കെ കൊണ്ടുപോകണം. എന്തിനാ? കൂടുണ്ടാക്കാനുള്ള അവരുടെ ആ ഒരു ടെൻഷൻ. മനസ്സിലായി? അപ്പൊ എല്ലാവർക്കും ഉണ്ട്, എല്ലാം ശരിയാവില്ല, ഈശ്വരൻ നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഈശ്വരനെ അർപ്പിക്കാം. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ചിലവർക്ക് ചില കുടുംബപരമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുട്ടികളെ പഠിപ്പിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് ഇത് ടെൻഷൻ, ജോലി, അങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? രാവിലെ എണീക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും ഭഗവാനിൽ അർപ്പിക്കും. അപ്പോൾ ഈ ടെൻഷൻ ഇല്ലാതിരിക്കാം എന്താ. അപ്പോൾ എന്താ ചെയ്യാം? അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്, കാരണം വീഡിയോസ് കാണുന്നു, നിങ്ങളുടെ ഓരോ കമൻസുമാണ് എൻ്റെ ഓരോ പറയാനുള്ള വിശ്വാസം, ആത്മവിശ്വാസം കേട്ടോ. നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ആ മോട്ടിവേഷനാണ് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ പിന്നെ മുടി കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞല്ലോ, സങ്കടമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യണ്ടേ? ആദ്യം അങ്ങനെയുള്ളവരെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്ന് തന്നെ നിങ്ങൾ മുടി ഒന്ന് പിടിച്ചു നോക്കാം. എല്ലാ മുടിയും ഒരേ നീളമാണോ എന്ന് നോക്കാം.
കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറിയ ചെറിയ മുടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടണ്ട, നിങ്ങൾ ഒരിക്കലും കഷിൻ്റെ ആവില്ല കേട്ടോ. അപ്പോൾ മുടി വന്നുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാരണമില്ലാതെ മുടി പോകുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, മനസ്സിലായോ? അപ്പോൾ ഓരോന്നും പറഞ്ഞു കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ആയുർവേദ പാരമ്പര്യ കുടുംബത്തിലുള്ള ആളാണ്. പിന്നെ 20 വർഷത്തിലേറെയായി സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തിയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ കുറേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ക്ലിനിക്കിലിരിക്കുമ്പോൾ വരുന്ന പേഷ്യൻസ് എല്ലാം അവർക്ക് സംശയം മുഴുവനും മുടിയാണ്, അവരുടെ ബാക്കിയുള്ള രോഗമല്ല അവർക്ക്. അപ്പോൾ അവർ മുടിയെ കുറിച്ച്, എൻ്റെ മുടി കാണുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരുപാട് ഡൗട്ട്സ് എല്ലാം മാറ്റി കൊടുത്ത് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരെന്നോട് പറയും, ചേച്ചിക്ക് ഒരു യൂട്യൂബ് തുടങ്ങിക്കൂടെ, അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഗുണമാവില്ലേന്ന്. അന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തീരെ സമയം ഉണ്ടാവില്ല. കാരണം രാവിലെ എല്ലാം കഴിഞ്ഞ് 9 മണിക്ക് ക്ലിനിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ ക്ലിനിക്ക് ഉണ്ടാവും. 150 പേഷ്യൻറ്റോളം ഉണ്ടാവും. അപ്പോൾ ക്ലിനിക്ക് ഒരു നാഡി ചികിത്സയായിരുന്നു. കാരണം പൾസ് പിടിച്ചിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യവും പേഷ്യൻസിനോട്, ഈ നാഡി സിദ്ധ എന്ന് പറയും. അപ്പോൾ ഈ സിദ്ധ ചികിത്സയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റ് ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങൾ ഡോക്ടർ എല്ലാം പേഷ്യൻറ്റിനോട് പറയും, നാഡി പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരുന്നു നാഡിയുടെ ചികിത്സ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം, ശ്രീ ധന്വന്തരി ആയുർവേദ ക്ലിനിക് എന്നായിരുന്നു ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, പിഴിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം അന്ന് മുതലേ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുമായിരുന്നു ചാനൽ തുടങ്ങുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ട് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ നമ്മളുടെ മുടിയെ സ്നേഹിച്ച് മുടിക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു അസുഖവും ഇല്ല എന്ന് പറയുന്നവർ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു സൈക്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്കാവും. അപ്പോൾ ഒരു കാരണമില്ലാതെ വരാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൈക്ലിങ്ങിൻ്റെ ഇതിലുള്ള പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയില്ലായിരിക്കാം, പക്ഷേ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ പൈൽസ് പോലെ ഉള്ളത് ഇന്നർ പൈൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് പൈൽസ് ഇല്ല എന്ന് പറയും. പൈൽസ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും, തൈറോയിഡ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുമ്പോൾ കേട്ടവർക്കൊരു ആവർത്തന വിരസത വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ ഇങ്ങനെയില്ല, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാം. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുറവെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് പരിഹരിക്കും. നമുക്ക് ഇതിന് നമ്മളെ മുടിക്ക് വേണ്ടി ക്യാരി ചെയ്യുമ്പോൾ ഒക്കെ ശരിയാവും കേട്ടോ. ചിലവർ കുറേ പരസ്യത്തിൽ കാണുന്ന എണ്ണ തേച്ചാലും ചിലപ്പോൾ പറയാറുണ്ട് അത് റിസൾട്ട് ഇല്ല എന്ന്. അങ്ങനെ വെറുതെ എണ്ണ തേച്ചുകൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് വരണം എന്നില്ല. അപ്പം നമ്മളുടെ എന്ത് പ്രശ്നമാണോ അത് നമ്മൾ പരിഹരിക്കുക കേട്ടോ. പിന്നെ ഒരു അസുഖമില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സൈക്ലിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റും സെക്കൻഡും തേർഡും സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആഹാരങ്ങൾ, അതുപോലെ ചെയ്യേണ്ട പാക്കുകൾ, ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒരുപാട് പേർക്ക് സമാധാനമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവണേ എന്നുള്ള ഒരു സമാധാനമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മുടി ഡ്രൈ ആവാതിരിക്കുക. ഓരോ സ്റ്റേജും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രോത്തിൻ്റെ സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്, ഫോളിക് ആസിഡ് ഷ്രിങ്ക് ചെയ്യുക, ചുരുങ്ങുന്ന സ്റ്റേജിൽ എന്താണ് സംഭവിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഷെഡിങ് എന്ന് പറയുന്നത് ഊരിപ്പോക്ക്, ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ 3 സ്റ്റേജിലും ഒരേപോലെ മുടി ഭക്ഷണം, വിറ്റാമിൻ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുണ്ട്. പപ്പായൊക്കെ നല്ലതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. പപ്പായ, മത്തങ്ങ, ഇതെല്ലാം നമ്മൾ ആഹാരം, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക കേട്ടോ. ചൂട് കൂടിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മുടിക്ക് വേണ്ട പുറമേയുള്ള കെയറിങ്ങും ജെല്ലുകൾ പറ്റുന്ന എന്താ വെച്ചാൽ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറാനാണ് കേട്ടോ. മുടിക്ക് എപ്പോഴും ഒരു ഹൈഡ്രേറ്റ് ഫീലിംഗ് ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജെല്ലുകളെല്ലാം ചെയ്യാൻ പറയുന്നത്.
അപ്പം അതൊക്കെ ചെയ്യാം. നമ്മൾ വേണ്ട പരിചരണം മുടിക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ജ്യൂസുകൾ, പലതരത്തിലുള്ള ജ്യൂസുകളുണ്ട്. നിങ്ങൾ ജ്യൂസ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് മുടി പോകുന്നു എന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത് ബേബി ഹെയർ വരുന്നുണ്ടോ, കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടോ, പിന്നെ നിങ്ങളെ മുടിക്കുള്ള നീട്ടൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ളവർ ഇപ്പം സഡനായിട്ട് മുടി കൊഴിച്ചിൽ നിർത്താനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി തിളപ്പിച്ചിട്ട് ഒലീവ് ഓയിൽ ചേർത്ത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അത് ഒരു ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്തോളൂ. ഫസ്റ്റ് ഡേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ കൂടാതെ ഈ അലോവര, കറ്റാർ വാഴയുടെ ജ്യൂസ് കിട്ടും നിങ്ങൾക്ക്. കറ്റാർ വാഴയുടെ ജ്യൂസും അതുപോലെ ആംല ജ്യൂസും കിട്ടും കേട്ടോ. റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇപ്പോൾ അലോവര ജ്യൂസ് നമുക്ക് എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പതഞ്ജലിയിൽ കിട്ടും കേട്ടോ. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പതഞ്ജലിയിൽ അലോവര ജ്യൂസും ഉണ്ടാവും, ആംല ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കസിൻ ഒരാൾ പുറത്തായിരുന്നു, അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മുടി കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായിട്ടൊരു 10 ദിവസം ഇത് കഴിക്കാൻ പറഞ്ഞു. 10 ദിവസം കഴിച്ച് അതിന് മുമ്പേ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ ഈ അലോവര ജ്യൂസിൽ നിന്ന് ഒരു 15 ml ആംല ജ്യൂസിൽ നിന്ന് ഒരു 15 ml എടുക്കാം. അങ്ങനെ രാവിലെയും കഴിക്കാം, രാത്രി കിടക്കാൻ നേരത്തും ഇതുപോലെ 15 ml വീതം എടുത്തിട്ട് 2 എടുത്തിട്ട് കിടക്കാൻ നേരത്തും കഴിക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ പീലുണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ പീല്, അത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ, അതുപോലെ നിങ്ങൾ ചെയ്യാം. പിന്നെ വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തിയിട്ട് പിന്നെ ഇട്ടോളൂ കേട്ടോ. മുടി പിന്നിട്ട് മടക്കി കെട്ടിക്കോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തിരികെ കെട്ടിക്കോളൂ. അപ്പം നിങ്ങൾ അതുപോലെ ഇത് തുടങ്ങുമ്പോൾ നിങ്ങൾ മുടിയെല്ലാം ഈവനിങ് ടൈമിൽ മുടി കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം അഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിക്കോളൂ എത്ര മുടി വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 100 മുടി വരെ പോകും. അത് ഞാൻ ആ സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം. പക്ഷെ അതിൻ്റെ ഇരട്ടി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുള്ള കെയറിങ് കൊടുക്കാം നിങ്ങൾ. അപ്പോൾ എണ്ണി നോക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, അകത്തേക്കുള്ളത് കഴിക്കാം, വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം ഇതുപോലെ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ എണ്ണി നോക്കൂ. മുടിയുടെ എണ്ണം, കൊഴിച്ചിലുള്ള എണ്ണം കുറയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മനുഷ്യൻ ഒരിക്കലും കശിൻ്റെ ആവില്ല കേട്ടോ. ഇപ്പോൾ ഈ ക്യാൻസർ വന്ന് കീമോ ചെയ്ത ആൾക്കാർക്ക് വരെ മുടി വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് വരും മുടി ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവർക്കും ഞാൻ ഇതുപോലെ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ അപ്ലൈ ചെയ്യാറുണ്ട്. എണ്ണ എനിക്ക് ക്ലിനിക്കൽ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കിച്ച് കൊടുക്കാറുണ്ട്. ഈ പുറം രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോൾ ചൂട് കൂടുതലാണ്, ഈ ദുബായിൽ അവിടെ ഇവിടെയൊക്കെ മലേഷ്യയിലൊക്കെ. അപ്പോൾ അവിടുന്ന് പേഷ്യൻസ് വരുമ്പോൾ വിവരം പറഞ്ഞ് ഇതുപോലെ എണ്ണയാണ് കേട്ടോ. ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത, ഇതൊരു സെയിൽസ് പ്രൊമോഷനായിട്ട് നിങ്ങൾക്ക് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ എണ്ണ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ നാട്ടിലേക്ക് വരുമ്പോൾ 10 ബോട്ടിലൊക്കെ ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകും. നല്ല റിസൾട്ടാണ്, ബേബി ഹെയർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരുന്നതിന് മുമ്പേ ഫോൺ ചെയ്ത് പറയും അവർക്ക് ഇത്ര ബോട്ടിൽ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അലോവര ജാമുണ്ട്, കറ്റാർവാഴ, പിന്നെ ഹൈബിസ്കസ്, ചെമ്പരത്തിയുടെ ക്യാപ്സൂളുണ്ട്. അപ്പോൾ ഒരുപാട് പിന്നെ സ്കിന്നിൻ്റെ പ്യൂരിഫിക്കേഷനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെയുള്ള ചെറിയ ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ടിപ്സ് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്കെല്ലാം നല്ല റിസൾട്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ എന്തൊക്കെ പ്രശ്നമാണെന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെയിലി മുടിയെ കെയർ ചെയ്ത് കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മുടി സന്തോഷമാവും, മുടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും പേടി വേണ്ട കേട്ടോ, മുടി കൊഴിഞ്ഞു പോകുമോ എന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കഷ്ണമൊന്നും ഉണ്ടാവില്ല. 100% ഞാൻ പറയുന്ന ചെറിയ ടിപ്സ് അല്ലേ, നിങ്ങൾക്ക് അധികം പൈസയൊന്നും ചിലവാവാത്ത രീതിയിലുള്ള ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ, റിസൾട്ട് എല്ലാം ഉണ്ടാവും. വേറെ ടെൻഷനൊന്നും പാടില്ല. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വരും. കാരണം നമ്മൾ ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാം.
നമുക്ക് നല്ല അനുഭവങ്ങളാണ്. ഓരോ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട് അതിൽ. ഇതുപോലെ നമ്മൾ ഈശ്വരനെ നമ്മളുടെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുമ്പോൾ എല്ലാ ദിവസവും ഈശ്വരൻ തരുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരനിൽ അർപ്പിക്കുക. വിഷമങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു ഈശ്വരൻ വിചാരിച്ചാൽ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മുടിയെ കുറിച്ച് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചോളൂ. എത്ര വേണമെങ്കിലും ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ബോക്സ് വായിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ ആൾ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോയിലാവുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പറയുന്ന പാക്ക് ഉപയോഗിക്കുക, ജ്യൂസ് ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക കേട്ടോ. വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കുടിക്കുക മാത്രമല്ല യൂറിൻ പാസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.